അപ്പൊ അവിടെ ചെമ്പല്ലി എന്നാണ് ഇതിനൊരു സമാന്തര ഉദ്ഘാടനം നടന്നത്. നടത്തിയത് മാത്രമല്ല നമ്മളെ കൂടുതൽ കൊട്ടൊക്കെ നിർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വേഷങ്ങൾ പോയി. അവൻ്റെ കൂടെ ഗുണ്ടുണ്ട്, നൊട്ടോറിയസ് ക്രിമിനലാണ്, ബാക്കിലൊക്കെ പ്രതിയായിട്ടാണ്. അങ്ങനെ നമ്മളെ കൂടെ ആൾക്കാരുണ്ട്. ഇതൊരു ഒരു സംഘർഷത്തിലേക്ക് പോയാൽ ഈ രണ്ട് ഭാഗത്ത് എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സംവിധാനം പാലിച്ച് നമ്മൾ ആൾക്കാരെ മുഴുവൻ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവിടെ പോയിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് നേരെ ചെയ്യുകയും ചെയ്തു. ഒരു പരാതി അത് പ്രതിയെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. MLA ഫണ്ടും നഗരസഭാ ഫണ്ടും ഉപയോഗപ്പെടുത്തി മുക്കൂട്ടുക്കൽ കുണ്ടാ റോഡ് പുനർനിർമ്മിക്കുകയുണ്ട്. വളരെ ആഹ്ലാദകരമായിട്ടുള്ള ചടങ്ങായി നടത്തേണ്ട ഒരു പരിപാടിയാണ്. പക്ഷേ ആ പരിപാടിയുടെ ഉദ്ഘാടനത്തിൻ്റെ ശിലാന്യാസം ഉണ്ണാ സെൻറ്ററിലാണ് നടത്താൻ വേണ്ടി ചെന്നിരിക്കുന്നത്. ഞാനവിടെ ചെല്ലുന്ന സന്ദർഭത്തിൽ അവിടുത്തെ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഒരു സമാന്തര ഉദ്ഘാടനം നടത്തുകയും അവിടുത്തെ ഒരു ഗുണ്ടയായിട്ടുള്ള പുന്ന നൗഷാദ് നിരവധി ക്രിമിനൽ കേസുകളിലെയും കൊലക്കേസുകളിലെയും പ്രതിയായിട്ടുള്ള പുന്ന നൗഷാദിൻ്റെ നേതൃത്വത്തിൽ എന്നെ തടയുകയും വളരെ അപമാനകരമായ നിലയിൽ സംസാരിക്കുകയും ചെയ്തു. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു നിയമസഭാ അംഗത്തെ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തിയ ആളുകൾക്കെതിരായിട്ട് കർശന നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ സ്റ്റേഷനുള്ളിൽ CCTV സമരം നടത്തുന്നത്. പോലീസ് അധികാരികളോട് ശക്തമായ നടപടി വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവര് ഇപ്പോൾ ഓൾറെഡി ഈ കക്ഷികളെ അടിയന്തരമായിട്ട് പിന്നെ നൗഷാദ് എന്ന് പറയുന്ന ആളെ ഇമ്മീഡിയറ്റ്ലി പക്ഷേ മസിത്തോടായിട്ട് ജനാധിപത്യ വ്യവസ്ഥ നിരൂപിക്കാൻ ശ്രമിക്കുന്നു. വലിയ പ്രൊവക്കേഷൻ നടത്തിയിട്ട് ഞാൻ ചെല്ലുന്നു നാടൻ മുറിച്ചു ആദ്യമേ നിർത്തിച്ചു. എന്നിട്ട് ഒരു നിയമസഭാംഗത്തെ വെല്ലുവിളിക്ക് ഞാൻ മുന്നാട് പോന്നാൽ ഞാൻ അവിടെ വന്നില്ലെങ്കിൽ എന്താണ് അർത്ഥം? അയാളോട് ഞാൻ ഭയപ്പെട്ടു എന്നല്ലേ? അപ്പൊ അതൊരിക്കലും നമുക്ക് ഈ ആക്ച്വലി ആ ഗുണ്ടയെ അടിയന്തരമായിട്ട് കസ്റ്റഡി അതിൽ ഒരു